കയറ്റമായത് കണ്ടോ, എവിടെ വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. സന്തോഷേട്ടാ നമസ്കാരം. 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 ഇത് എന്താണ് സംഭവം? വല്ല ഉപഗ്രഹമല്ലാണ്? ഇത് അതൊന്നുമല്ല, ഒരു മലയാളി കണ്ടുപിടിച്ചതാ. ആദ്യം വരുന്ന 100 പേർക്കുള്ള ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിലായിരിക്കും നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. പണമില്ല, മറ്റു കാര്യങ്ങളില്ല, ഒന്നുമില്ല. ഇത്രയും വലിയൊരു ഓഡിറ്റോറിയമാണ്. ഇവിടാണ് നമ്മുടെ ഈ സംഭവം എല്ലാം ഉണ്ടാക്കുന്നത്. ഇതാണ് ആ മലയാളി. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ പേര് ശശീന്ദ്ര കുറുമ്പ് ആണ്. സാർ ഈ മേഖല വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഈ മേഖലയിൽ വന്നിട്ട് 15 വർഷമായി. 15 വർഷമായി. അപ്പൊ ചെറിയൊരു സംഭവമല്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം. ഇവിടൊക്കെ ഒന്ന് തുറന്ന് കാണാം. കുറേ സംഭവങ്ങളുണ്ട്. സാറേ, ഇത് എന്താണ് സംഭവം? ഇത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപകരണമാണ്. ഇത് സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലായിട്ട് നമ്മൾ നിരവധി ഈ കമ്പോസ്റ്റിംഗ് ഉപകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ തന്നെ കുറേ ബക്കറ്റുകൾ കാര്യങ്ങൾ ഓർഗാനിക് കമ്പോസ്റ്റിംഗ് ബിന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. എന്നാൽ ഇത് സ്ഥാപന തലത്തിലുള്ളതിന് വേണ്ടി നമ്മൾ തയ്യാർ ചെയ്തിട്ടുള്ള കമ്പോസ്റ്റിംഗ് ഡിവൈസാണ്. ഇതിൻ്റെ പേര് ഓർഗാനിക് ഡൈജസ്റ്റർ. നമ്മൾ ഷോർട്ട് ഫോമിൽ ഇത് ഓടി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പം നമുക്ക് സാധാരണപ്പെട്ട ഒരാൾക്ക് പോലും ഇതുപോലെ വലിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും, ഇത് കയറ്റമായത് കണ്ടോ, എവിടെ വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. എങ്ങോട്ട് വേണമെങ്കിലും ഇതുപോലെ തെള്ളി മാറ്റാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാറേ, ഈ ഓഡിറ്റോറിയങ്ങൾ, അതുപോലെ വലിയ വില്ലകൾ, അതുപോലെ ഇപ്പൊ സാറിനെ സംബന്ധിച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നു ഒരു ചെറിയ വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന സാധനം തൊട്ട് ഇനി എത്ര വലിയ സംഭവങ്ങൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന സാധനം സാർ ചെയ്തിട്ടുണ്ട്. അതെ. ഒരു 1.5 കിലോ തൊട്ട് ഇപ്പോഴ് നമ്മൾ ഒരു 200 കിലോ വേസ്റ്റ് ഡെയിലി വരെ ഇടാൻ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളാണ് നമ്മൾ ചെയ്തേക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി സാറ് മുമ്പേ ഒരു കാര്യം പറഞ്ഞു, ഇനി അതിലും മേലോട്ടാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. അതെ. നമുക്കൊരു 5000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഡിവൈസുകൾ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സാർ ഇവിടെ ഉണ്ടാക്കണം. നമുക്ക് കമ്പനിയൊക്കെ ഒന്ന് കാണാം, ഉണ്ടാക്കുന്നതും കാണാം. അതിന് മുമ്പ് ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കമ്പനിയുടെ പേര് അഗ്രോഫ്ലെയിം ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ. ഇത് കേരള ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമാണ്. അതേപോലെ കേന്ദ്ര സ്റ്റാർട്ടപ്പാണ് കേരള സ്റ്റാർട്ടപ്പ്. അപ്പൊ ഈ ചെറുതെന്ന് പറയുമ്പോൾ ഇതെത്ര പിന്നെ പേരുള്ള വീട്ടിലേക്കുള്ള? ഇത് ഒരു വീട്ടിലൊരു 10 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ഒരു 5 കിലോ ഡെയിലി നമുക്ക് കിച്ചൺ വേസ്റ്റ് ഇടാം. ഇവിടെ 5 കിലോ ഇടാൻ പറ്റും. അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ 5 കിലോ ഇടാൻ പറ്റും. 5 കിലോ. അപ്പൊ ഇത് എത്ര നാൾ നിൽക്കും സാറേ? ഇവിടെ ഇപ്പോൾ ഒരു 5 കിലോ ഇടണമെങ്കിൽ എത്ര നാൾ വേണം ഇത് കറക്റ്റ് വളവാവാന്? ഒരു 25 ദിവസം നമുക്ക് ഇതിനകത്ത് ഒരു 5 കിലോ വെച്ച് ഇട്ട് കഴിയുമ്പോൾ ഇത് നിറയും. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചു വെക്കും. എന്നിട്ട് അടുത്തതിനകത്ത് നമ്മൾ ഇതേമാതിരി ഇട്ട് അത് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് കമ്പോസ്റ്റ് ആവും. അപ്പൊ ഒരു സൈഡ് തീർന്നു കഴിയുമ്പോൾ അടുത്ത സൈഡ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മറ്റേ വളമായിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും മറ്റു കാര്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ വലുത് നമുക്കൊന്ന് ചെയ്ത് കണ്ടാലോ? തീർച്ചയായിട്ടും. അപ്പൊ ഈ വലുതെന്ന് പറയുന്നത് എത്ര കിലോയാ ഇത്? ഇത് 1000 ലിറ്റർ കപ്പാസിറ്റിയാണ്. 1000 ലിറ്റർ കപ്പാസിറ്റിയാണ്. ഡെയിലി നമുക്ക് ഇതിനകത്ത് 50 കിലോ നമുക്ക് കിച്ചൺ വേസ്റ്റ് ഇടാം. ഇതിന്റെ സെൻട്രൽ ഇതും എല്ലാം ഡിറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഈ സെൻട്രലുള്ള മാറ്റാൻ പറ്റും. ഇത് ഫുള്ള് അഴിക്കാൻ പറ്റും. ഇതെല്ലാം എടുത്ത് തുറക്കാനായിട്ട് ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്തോട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഇടാം. എല്ലാം അങ്ങനെ ചെയ്തേക്കുന്നില്ലേ ഓരോ സംഭവം. ഇത് സെന്റർ മാറ്റി കഴിഞ്ഞാൽ ഒന്നിച്ച് നമുക്ക് ഇടാം. സെൻട്രൽ മാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് 100 കിലോ നമുക്ക് ഇതിനകത്ത് കമ്പോസ്റ്റ് വേസ്റ്റ് ഇടാൻ പറ്റും. 100 കിലോ ഇടാൻ പറ്റും. ഇത് ഓഡിറ്റോറിയം, നമ്മുടെ കൺവെൻഷൻ സെന്റർ, പിന്നെ PG, വില്ല, ഫ്ലാറ്റ്, അതുപോലെ ഈവന്റ് മാനേജ്മെന്റ്, ഇവർക്കെല്ലാം ഇത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരു വലിയ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കൊണ്ടൊന്ന് വെറുതെ കുഴിച്ചിടുക. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഇങ്ങനെ ചെയ്താൽ നമുക്കത് വളവാക്കി എടുക്കുക. അത് മാത്രമല്ല, സാധാരണ ഓഡിറ്റോറിയത്തിലൊക്കെ വരുന്ന വേസ്റ്റിനകത്ത് ഇല ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരും. അപ്പോൾ ഇതിനെ നമ്മൾ മെക്കനൈസ്ഡ് വെർഷനിൽ കൂടി നമ്മുടെ മെഷീൻ ഉപയോഗിച്ചിട്ട്, ചോപ്പിംഗ് മെഷീൻ വെച്ചിട്ട് വളരെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് മാറ്റുമ്പോൾ ഇത് കമ്പോസ്റ്റിംഗ് സാധാരണ അത് വലിയൊരു ശല്യമാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഇത്തരത്തിലുള്ള വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ മെക്കനൈസ്ഡ് വെർഷൻ നമുക്കുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ നല്ലതായിട്ടാണ് ഫൈബറാ ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും. ഇതൊക്കെ പറഞ്ഞാൽ ഒരു 100 200 എത്ര വർഷം വന്നാലും ഇത് കുഴപ്പമില്ലാതിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. കാണാനും രസമുണ്ട്, എവിടെയും കൊണ്ടുവച്ചാൽ ഒരു ഭംഗിയുണ്ട്. മാത്രമല്ല ഇത് നമുക്ക് ഒരാൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് നീക്കാൻ പറ്റും.
കുറച്ച് വേസ്റ്റ് ഉണ്ട് സാറേ. എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? ഇത് ഒരു ഓഡിറ്റോറിയത്തിന്റെ അകത്ത് വരുന്ന വേസ്റ്റുകളാണ്. ഇതിനകത്ത് ഉള്ളിത്തൊലിയുണ്ട്, മുട്ടക്രോസ്, ഉരുളൻകിഴങ്ങ്, തക്കാളി, ബീൻസ്, എല്ലാ സാധനത്തിന്റെയും വേസ്റ്റ് നമ്മൾ സ്ലൈസ് ആക്കി കൊത്തിയരിഞ്ഞ് ഇട്ടിരിക്കുകയാണ്. നമുക്കൊരു 50 കിലോ എടുത്ത് നമുക്ക് ഇതിനകത്ത് ഇടാം. ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് ഇങ്ങനെ അരിഞ്ഞു വെച്ച വേസ്റ്റ് ഇതിലേക്ക് ഇടുക, ഇല്ലേ സാറേ? അതെ. സാറേ ഇതെന്തോ സാധനം? ഇത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒന്ന് സ്റ്റെർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ ഇതും കൊടുക്കുന്നു. ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അതെ, ഇതും കൊടുക്കുന്നു. അപ്പൊ നമ്മൾ കൈ കൊണ്ട് തൊടാതെ തന്നെ ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ ഇട്ട് കഴിഞ്ഞ് ഇനി എന്തോ സാറേ അടുത്ത ചെയ്യുന്നേ? അടുത്ത് നമ്മൾ ഇനോക്കുല അതിന്റെ പുറത്തങ്ങ് വിരിക്കും. അപ്പൊ ഇത്രയും സാധനം നമ്മൾ ഇതിനെ പുറത്തിട്ടങ്ങ് ഇടുകയാണ്. നേരത്തെ ഇട്ട് എന്നിട്ട് നമ്മൾ ആ ഇടുന്ന വേസ്റ്റ് മറഞ്ഞിരിക്കണം. ഇത് ബയോ കൾച്ചർ, ഇത് ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് നമ്മൾ 1 കിലോ വേസ്റ്റ് ഇടുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് 1 ഗ്രാം 1 കിലോയ്ക്ക് 1 ഗ്രാം മതി ഇട്ട് നമ്മൾ ഇതിന്റെ പുറത്തോട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഇതിനിടാനായിട്ട് നമുക്ക് എത്ര ഗ്രാം? ഒരു 10 കിലോ വേസ്റ്റ് 10 കിലോ 10 ഗ്രാം മതി. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. ശരി. ഇനി നമ്മൾ എന്തോ ചെയ്യുന്നേ? ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം വേസ്റ്റ് ഇടുമല്ലോ. വേസ്റ്റ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇട്ട സാധനം ഈ ഇനോക്കുലം കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു പ്രാവശ്യം വേസ്റ്റ് ഇട്ട് ഇതുപോലെ ലെയർ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ദിവസം വേസ്റ്റ് ഇടുമ്പം ഇതേപോലെ നമ്മുടെ ഈ ഒരു സാധനം വെച്ച് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷമേ നമുക്ക് ഇതേ ലെയറിൽ തന്നെ രണ്ടാമത്തെ ദിവസം ഇടാവുള്ളൂ. അങ്ങനെ എത്ര ദിവസം സാറേ? ഇത് നമുക്കൊരു 25 ദിവസം കൊണ്ട് ഒരു പാർട്ട് നിറയത്തുള്ളൂ. 25 ദിവസം എടുക്കും. 25 ദിവസം എടുക്കും. അടുത്ത പാർട്ടും നിറയാൻ അത്രയും ദിവസം എടുക്കും. ഒരു സൈഡിൽ കൂടെ പരിപാടി നടന്നുകൊണ്ടേയിരിക്കും. ഒരു സൈഡിൽ നമുക്ക് വളം മാറ്റി. അപ്പൊ അത് തീരുമ്പോൾ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട്. അതെ അങ്ങനെ എടുക്കാൻ ചെയ്യും. അപ്പം എപ്പോഴും ഇങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ. ഇതിന് വേറൊരു സംഭവം ഉണ്ട്. ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇതിലേക്കൂടെ നമുക്ക് വളം എടുക്കാൻ പറ്റും. ഇതിലേക്കൂടെ വളം ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ എടുക്കുന്നവർക്ക് ഒരു എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഇങ്ങനെ താഴോട്ട് തോണ്ടി അങ്ങോട്ട് വെച്ച് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ അല്ലാതെ എടുക്കണമെങ്കിൽ അല്ലാതെ എടുക്കാം. ഏത് രീതി വേണമെങ്കിലും എടുക്കാം. ഷവൽ മാതിരിയുള്ള സാധനം മതി. അല്ലാതെ കോരി വേണമെങ്കിലും എടുക്കാം. അപ്പൊ ആ രീതിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതേപോലെ 2 സൈഡിലും ഉണ്ട് കേട്ടോ. ഈ 2 സൈഡിലും സാറേ. അതുപോലെ തന്നെ ഇവിടെ ഒരു ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാപ്പ് ഒന്ന് തുറക്കാം നമുക്ക്. കണ്ടോ? അപ്പൊ ഈ സാധനത്തിന്റെ പ്രത്യേകത എന്തുവാ? ഇതിനടിക്ക് ഒരു 100 ലിറ്റർ കപ്പാസിറ്റിയുള്ള ട്രേ ഉണ്ട്. ഇതിന് ബാക്ടീരിയ പ്രവർത്തിച്ചിട്ട് ഇതിന്റെ താഴോട്ട് വരുന്ന ലിക്വിഡ് ഇതിനെ ലീച്ച് എന്ന് പറയും. ഈ ലീച്ച് കംപ്ലീറ്റ് ഈ ട്രാപ്പ് വഴി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വെള്ളം കെട്ടിക്കിടന്നുള്ള ഫൗൾ സ്മെല്ലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതൊരു വലിയ ജൈവവളമാണ്. ഇതിന് എന്തിനൊക്കെ ഉപയോഗിക്കാം? ഇത് ഒരു ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് പച്ചക്കറിയുടെ മൂട്ടിലെ 1 ലിറ്ററിന് 1 ലിറ്റർ വെള്ളം കൂടെ ചേർക്കും. ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കാമെങ്കിൽ അടുത്ത ദിവസം ഇത് ചെടിയെ പിടിക്കുന്നത്. അത്രയ്ക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ജൈവവളമാണ് ഈ ലിക്വിഡ്. ഈ സാധനം 2 തരം വളമാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് കമ്പോസ്റ്റ്, ഒന്ന് ലീച്ച്. നമുക്ക് പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും ഇല്ലാതെ 2 രീതിയിലുള്ള വളം നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല അടിപൊളിയായിട്ട് ഒരു സാധനം നമുക്ക് ഒരിടത്ത് കൊണ്ടുവച്ചിട്ട് ഈ സംഭവങ്ങളെല്ലാം കറക്റ്റ് ആക്കുകയും ചെയ്യാൻ പറ്റും. അല്ലേ? ഇതൊരു സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല സാറേ. ഒന്നും ഉണ്ടാവത്തില്ല. ഈ സാധനം വെച്ചൊരു സ്മെല്ല്. പിന്നെ സ്മെല്ല് ഉണ്ടാവത്തില്ലെന്ന് പറയാന് ഇതിന് ഓക്സിജനകത്ത് ശരിക്കും എയറേഷന്റെ എല്ലാ കോഴ്സുകളെല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറിന് മറ്റേ ആ നേരത്തെ പ്രോഡക്റ്റിനകത്ത് ഇതേപോലെ തന്നെ സാർ സ്മെല്ലില്ലെന്ന് പറയുന്നുണ്ട്. അതെല്ലാവരും ഉപയോഗിക്കുന്നുള്ളതാണ്. ഓർഗാനിക് കമ്പോസ്റ്റ് സെയിം സാധനം നമ്മൾ വലുതാക്കിയ സാധനമാണ്. ടെക്നോളജി എന്താണ്? ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും. അത് തന്നെ. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലാണ് വന്നത്. നമസ്കാരം സാറേ. നമസ്കാരം. പേര്? എന്റെ പേര് നസറുദ്ദീൻ. നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് തമ്പുരാൻ ലാൻഡ് ഗ്രൗണ്ട്. സ്ഥലം മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ഓഡിറ്റോറിയം ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അസോസിയേഷനിൽ ഇപ്പോൾ 7000 ഓഡിറ്റോറിയങ്ങളുണ്ട്. കത്തിക്കുക എന്ന് പറഞ്ഞ ഒരു സ്കീം ഇനി നിലവിലില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് വേസ്റ്റിനെയും സംസ്കരിക്കുക എന്നുള്ളതാണ്. അതിനെ തരംതിരിച്ച് പ്ലാസ്റ്റിക്കിനെ തരംതിരിച്ച് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ എടുക്കുന്നതാണ്. കനം കൂടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഫാക്ടറികൾക്ക് കൊടുക്കുക.
ബാക്കി വരുന്ന ഭക്ഷണ വേസ്റ്റുകൾ, പച്ചക്കറി, ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ യൂണിറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സാറിന് ഇപ്പൊ എത്ര യൂണിറ്റ് ഉണ്ട്? എനിക്ക് 500 ക്യൂബിക് അടിയുടെ 2 യൂണിറ്റ് ഉണ്ട്. രണ്ടുണ്ട്. എത്ര നാളുകൊണ്ട് ഞാനിപ്പോൾ ഇത് 2 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. മണമില്ല, മറ്റു കാര്യങ്ങളില്ല, ഒന്നുമില്ല. ഇത്രയും വലിയൊരു ഓഡിറ്റോറിയമാണ്. ഈ ഓഡിറ്റോറിയത്തിലെ വേസ്റ്റ് 2 വർഷമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ട് കമ്പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ വളം നമ്മൾ ഉപയോഗിക്കുന്നു. ആ വളം പുറത്തു കൊടുത്താൽ അതിന് കാശ് കിട്ടും. എനിക്ക് ദാണ്ട് ഇവിടെ എൻ്റെ ഓഡിറ്റോറിയത്തിൽ നോക്കിയാൽ കാണാം പ്ലാന്റുകളുണ്ട്. എനിക്ക് ഒത്തിരി കൃഷികളുണ്ട്. ഞാൻ ചന്ദനം പ്ലാന്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതിനെല്ലാം യൂസ് ചെയ്യുന്നത് ഈ വളമാണ്. പച്ചക്കറിക്ക്, ചെടികൾക്ക് എല്ലാം യൂസ് ചെയ്യുന്നത് ഈ വളമാണ്. ഈ വളം ഒരു ചാക്കിന് 200 രൂപ വരെ വില കിട്ടുന്നത്. സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ആദ്യ മീറ്റിംഗ് മുതൽ അത് മിനിറ്റ്സ് ഇതാകുന്നിടം വരെ, നയ രൂപീകരണം ആകുന്നിടം വരെ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ്. ഇന്നലെയും മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിലും ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചതാണ്. അവതരിപ്പിച്ചത് ഇങ്ങനെയല്ല, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു ലൈസൻസ് കൊടുക്കുമ്പോൾ ആ ഫുഡ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവർക്ക് ആവശ്യമായ അവയർനെസ് കൊടുക്കണം എന്ന് ഒരു നിവേദനം കഴിഞ്ഞ ആലപ്പുഴ ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ യോഗത്തിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടാണ് നമ്മുടെ ഈ സംഭവം എല്ലാം ഉണ്ടാക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ വിലക്കുറവിലും കൊടുക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ സാറ് തന്നെ നിർമ്മിക്കുവാണ്. രണ്ടാമത്തെ കാര്യം, ഇടനിലയില്ല. അപ്പൊ ഇടനിലയില്ലാത്തതുകൊണ്ട് നമുക്കൊരു ചെറിയ ലാഭം നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഫൈബറിൽ കണ്ട്, പിന്നെ നമുക്ക് വേറെ ഏതിലാ ഉള്ളത്? സ്റ്റീലിലുണ്ട്. സ്റ്റീലായത്, ഇത് സ്റ്റീലാണ്. അപ്പൊ സ്റ്റീലാകുമ്പോൾ സ്വല്പം കൂടെ ഇതിനകത്ത് വില വ്യത്യാസം വരും. സ്റ്റീലിലും ഉണ്ട്, ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പൊ സാറേ, ഇതേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ എന്താ ചെയ്യണ്ടേ? പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്പർ ഉണ്ട്, കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് എത്തിച്ചു. അതെ. ഓക്കെ.